ഹലോ ഗൈസ്, നെയിംലെസ് മല്ലുക്കിക്കുന്ന ഒരു കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാവിധ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതമാണ്. ഓക്കെ, അപ്പോൾ ഫൈനലി ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുന്നത്. എന്തായാലും 2025 എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികൾക്കും നല്ല ഒരു വർഷമായി മാറട്ടെ. അതുപോലെ തന്നെ എനിക്കും നല്ല വർഷമായി മാറട്ടെ എന്ന് നിങ്ങളുടെ പ്രാർത്ഥന കൂടെ വേണം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് കുക്കിങ്ങും പിന്നെ എൻ്റെ ഇവിടുത്തെ കുറച്ച് പരിസരങ്ങളൊക്കെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇന്നോട്ട് ചെറിയ രീതിയിൽ സ്റ്റാർട്ടപ്പ് ചെയ്ത് തുടങ്ങിയാണ്. വീണ്ടും പഴയ പോലെ റിയാക്ഷൻ വീഡിയോസൊന്നും അല്ല സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ടച്ചൊക്കെ ഭയങ്കരമായിട്ട് പോയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ പയ്യെ കൊണ്ടുവരണം. പിന്നെ പഴയ ആൾക്കാർ എത്ര പേര് ഇപ്പോഴും വീഡിയോ കാണുമോ, അവരെത്ര പേര് കാത്തിരിക്കുന്നുണ്ട് എന്നൊക്കെയും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും എന്താ പറയുക സപ്പോർട്ടും വേണം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് എല്ലാം ഒന്ന് കണ്ടേച്ചു വാ. ഓക്കെ, ഈസി വേ ആയിട്ട് രാവിലെ എങ്ങനെ ഒരു മുട്ടക്കറി വയ്ക്കാം. ഞാൻ അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. ഇവിടെ ഓഫീസിൽ പോകണം നേരമാണ്. ഒറ്റയടിക്ക് ഉണ്ടാകണം. 9:30 ഓഫീസിൽ എത്തണം. 9 മണി 9 മണിയാണോ പറയും. ഒരു 20 മിനിറ്റിനുള്ളിൽ സംഭവം റെഡിയാക്കി എടുക്കണം. അപ്പം ആ പരിപാടിയാണ് നിങ്ങളെ കാണാൻ പോകുന്നത്. രണ്ടേച്ചില്ല വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 2 സവാള വേണം, പിന്നെ ഒരു തക്കാളി, ഒരു 3 മുളക് മതി. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ചോപ്പ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്: സവാള, തക്കാളി, പച്ചമുളക്. മുട്ട വേണമെന്ന് പറഞ്ഞാൽ മുട്ട ഓൾറെഡി ഇവിടെ 2 ഇട്ടിട്ടുണ്ട്. ബട്ട് ഇതല്ല, ഇതിന് കഴിയാനുള്ളത്. നമുക്ക് മുട്ട വേണമെന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു മുട്ട വേണം. എന്തൊക്കെ പാടെന്ന് വയ്ക്കാണ്, ഓരോരോ കാര്യങ്ങൾ കാണിക്കണ്ടേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി വേണ്ടതെന്ന് പറയുന്നത് നെയ്യാണ്. നെയ്യ് ഞാൻ ഓൾറെഡി ഇതിൽ ഇട്ട്. ഓക്കെ, ഏതാണ് നെയ്യ് ഞാൻ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RKG ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നെയ്യിലിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കടുകും കാര്യങ്ങളൊക്കെ വേണം. അതിന് ഇതാണ് എൻ്റെ പാൻ. നല്ല വെയിറ്റ് ഉണ്ട്, എടുക്കാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ കടുക് ഇപ്പോൾ ഇട്ട് ഏകദേശം അത് പൊട്ടി ഏകദേശം പരിവായി. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പച്ചമുളക് അങ്ങോട്ട് പച്ചമുളക് ഇങ്ങനെ ഇടുക. പല കടപടാന്ന് തുടങ്ങിയത്. ഈ സമയത്ത് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പണി കിട്ടും. ബാക്കിയുള്ള ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ വാരി ഇടുക. ഇതിപ്പോൾ ഒരു കൈ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എടുത്തെങ്കിൽ ചരിച്ചിട്ടാൽ മതിയായിരുന്നു. അതായത് വിഷയം പറ്റിയത്. ഓക്കെ, ഇത്രയും കാര്യം എടുക്കുക. മീരി കുറച്ച് ഇളക്കി കൊടുക്കുക. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്ന മറ്റേ വെള്ളമുപ്പല്ല, റോസണൊക്കെ ഒരു ഉപ്പാണ് യൂസ് ചെയ്യുന്നത്. ഒരു ചെറിയ ഉപ്പിൻ്റെ കുറച്ച് ജാസ്തി കുറവുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് പിടിക്കാം. എന്ത് കർത്താവേ. അപ്പം ഏകദേശം ശരീരം ഒരു ഇതായിട്ടുണ്ട്. ശരീരം നല്ലോണം പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണമാണ് നമ്മൾ തുമ്മിയതിരിക്കുന്നത്. ഇനി ഇത് കുറച്ചൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് മൂടി വയ്ക്കണം. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് വെച്ചതിന് ശേഷം പറ്റുന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് ഒരു 1 മിനിറ്റ് കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ ചിലപ്പം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിന് ശേഷം നമുക്ക് ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ആകെ 2 പ്രൊഡക്റ്റാണ്. അതിൽ ഞാൻ സാധാരണ ഒന്നേ യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പം ഈ ഇടയ്ക്കാണ് ഞാൻ 2 യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ മുളക് പൊടിയും ഗരം മസാല ഞാൻ സാധാരണ യൂസ് ചെയ്യാറില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഈ ഇടയ്ക്കൊന്ന് ഇട്ട് തുടങ്ങിയത്. കാരണം ഒരു ചെറിയൊരു മണത്തും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയത്. സാധാരണ എങ്ങനെയാന്ന് പറഞ്ഞാൽ മുളക് പൊടി മാത്രം ഇട്ടാൽ മതി. മുളക് പൊടിയും വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലികളും വേണമെങ്കിൽ ചേർത്താൽ കുറച്ച് കളർ കൂട്ടാൻ പറ്റും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ സാധാരണ മുളക് പൊടി മാത്രമേ ചേർക്കാറുള്ളൂ. കുറച്ച് മുളക് പൊടി ഇട്ട് അതിൽ നമ്മൾ ആ എണ്ണയിലിട്ട് കുറച്ചും കൂടി ഇതാക്കുമ്പോഴത്തേക്കും സാധാരണ ഒരു ചുവപ്പ് വരും അതിൻ്റെ അകത്ത്. അപ്പോഴേക്കും ഏകദേശം നമ്മളെ കറി ഏകദേശം ആയിക്കഴിഞ്ഞു. പിന്നെ മുട്ട എടുത്ത് അങ്ങോട്ട് ഒഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഏകദേശം ഒരു പരിവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇടുന്നത് പറഞ്ഞാൽ ഞാൻ ആകാതെന്ന് പറഞ്ഞാൽ ഇത്ര മുളക് പൊടി ഞാൻ ഇടാറുള്ളൂ. ഇത്ര ഇടില്ല, സോറി, ഇത്രയും ഞാൻ ഇടാറുള്ളൂ. ഈ ഒരു മുളക് പൊടി മാത്രം ഇടും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗരം മസാല കുറച്ച്. ഇതിൻ്റെ എവിടെ അറ്റം മാറിപ്പോയി, എൻ്റെ മിസ്റ്റേക്കാണ്. പക്ഷെ ഒരു മിനിറ്റേ. ഓക്കെ, ഇത്ര ഇടാറുള്ളൂ.
പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കൊടുക്കാം. കാരണം ഇത് രണ്ടും കൂടെ എനിക്ക് വലിയ പ്രാക്ടീസൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കുറേ നാളായില്ലേ, അതുകൊണ്ടിപ്പം കയ്യായിട്ടൊന്ന് പിടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് നന്നായിട്ട് കുറച്ച് നേരം ഇളക്കുമ്പോൾ ഇത് ഏകദേശം സെറ്റാവും. ഓക്കെ, ഏകദേശം ഈ ഒരു രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് കലക്കി എടുക്കണം കേട്ടോ. എടുത്തതിന് ശേഷം നമുക്ക് മുട്ട ഇടാം. സമയമായി. ഓക്കെ, അപ്പം മുട്ട നമ്മൾ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കണം. പൊട്ടിച്ച് ആക്കണം. കാര്യം നല്ല വെള്ളമാണ്, ഈ ഡ്രൈ ആക്കി എടുക്കണം ഇതിന്. അല്ലാതെ ഈ വെള്ളത്തോടെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ കുഴകുഴാന്നായിപ്പോകും കറി. അത് ചില സമയത്ത് ഞാൻ കഴിക്കാറുണ്ട് അങ്ങനെ. ഇപ്പോഴത്തെ ഇതിലെന്ന് പറഞ്ഞാൽ വെള്ളം ഓൾറെഡി നമ്മൾ കുറച്ച് വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ടല്ലോ കറിയിൽ, അപ്പോൾ അതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ കറിയെ മൊത്തത്തിൽ ഇതായി പോകും. കുറച്ചും കൂടെ നമുക്ക് ആ വെള്ളം ഈർപ്പം പോയി ഈ ഒരു കട്ടിക്ക് വരണം. ഇപ്പം ഈ ഒരു പരുവത്തിൽ വെള്ളം അധികം ഇല്ല. ഈ സമയത്ത് നമ്മൾ കറിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. സെറ്റായി. നമുക്ക് തീയങ്ങ് ഓഫ് ചെയ്യാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. എടുത്തിട്ട് അറിയില്ലേ, കുറച്ച് മുളക് കൂടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ടേസ്റ്റ് യമ്മി. ഇതാണ് യൂണിയൻ മെട്രോ സ്റ്റേഷൻ. ഇത് അവിടുത്തെ പരിസരങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങളിതാ ഈ കാണുന്ന ഈ സ്പോട്ട് കണ്ടോ, ഇത് നമ്മുടെ ജേക്കബിൻ്റെ സ്വർഗ്ഗജാതത്തിൽ ലാസ്റ്റ് ക്ലൈമാക്സ് വരുന്ന സ്ഥലമാണ് കേട്ടോ. ഓർമ്മയുണ്ടോ? ഹലോ ഗൈസ്, സത്യം പറഞ്ഞാൽ ഇന്ന് നല്ലോണം ലേറ്റായിട്ടുണ്ട്. ചെറിയ തണുപ്പുള്ളതുകൊണ്ട് ജാക്കറ്റൊക്കെ ഇട്ടാണ് പോകുന്നത്. ഓക്കെ, എന്താ പറയുക, പിന്നെ ഇന്നത്തെ കറിയും കാര്യങ്ങളൊക്കെ ബേഷായിട്ടുണ്ടാകുന്ന എൻ്റെ വിശ്വാസം. കഴിച്ചു നോക്കണം, കഴിച്ചു നോക്കിയിട്ട് ബാക്കി അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എനിക്ക് തരാം. ഓപ്പണായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഞാൻ നല്ല ലേറ്റായിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്നു ചെല്ലുമ്പോഴത്തേക്കും. പിന്നെ എന്താ പറയുക, ഇനിയിപ്പം ഓഫീസിൽ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ഓക്കെ, ഫൈനലി ഓഫീസിൽ എത്തി. ഇവിടെ പയ്യെ സംസാരിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു വിഷയമുണ്ട്. നമുക്കറിയില്ല, ഗ്രഹിക്കണം. ഓക്കെ, അപ്പം ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം.